അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കരാട്ടെ പരിശീലനത്തിന്റെ പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന അധ്യക്ഷയായി. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഇതുപോലൊരു പ്രോജക്ട് ഏറ്റെടുക്കുകയും ഭംഗിയായി പ്രോജക്ട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം 3 മാസം എന്ന് പറഞ്ഞത് കൃത്യമായി തന്നെ 3 മാസത്തിൽ കൂടുതൽ സമയം നമ്മുടെ ഇൻസ്പെക്ടർ ക്ലാസ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായി ഇത് വന്ന കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് അതിന്റെ ഗുണഫലം കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് ദിവസം വന്ന് പിന്നെ അങ്ങ് മുങ്ങിയ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. എന്തായാലും നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിന്റെ ഒരു പ്രദർശനം കൂടി സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ അടുത്ത വർഷവും ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് പഠിക്കുന്നതുകൊണ്ട് കഴിയുന്ന അവസരം വരും. പുതിയ ആളുകൾക്ക് ഇതുവരെ അവസരം കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. ഏത് സ്കൂളിൽ ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. അത് ആ സമയത്ത് ആലോചിക്കേണ്ടതാണ്. വരും വർഷങ്ങളിലും നമ്മുടെ പഞ്ചായത്തിനകത്ത് കരാട്ടെ പരിശീലനവും ഫുട്ബോൾ പരിശീലനവും അടുത്ത വർഷം നൽകണമെന്നാണ്. പരിശീലന പരിപാടിക്ക് 1,97,000 രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത്. പരിശീലകനുള്ള ഓണറേറിയവും കുട്ടികൾക്കുള്ള ലഘുഭക്ഷണ ചെലവും ഇതിൽ ഉൾപ്പെടും. ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിലുള്ള 200 കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജേഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ കെ സരിത, സി കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും. അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട്. എന്നും എപ്പോഴും.